ഈ അടുത്ത് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു വാർത്ത കേട്ടു. കർണാടകയിലെ ബെൽത്തങ്ങാടിയിൽ വെറും 3 മാസം മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടിയെ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് കിട്ടുക. മരണത്തിന് ശേഷം 3 ദിവസം കഴിഞ്ഞ് ചീഞ്ഞളിഞ്ഞ ശരീരമാണ് ആളുകൾ കാണുന്നത്. അങ്ങനത്തെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഉമ്മ തൻ്റെ മകനെ പാറയിൽ എറിഞ്ഞു കൊന്നു, സ്വന്തം മകനെ വിലക്ക് വിറ്റു. എങ്ങനെയാണ് 10 മാസം ഗർഭം ചുമന്നൊരു ഉമ്മാക്ക് ഇത്രമാത്രം ക്രൂരമായിട്ടുള്ളൊരു പ്രവർത്തനം സ്വന്തം മക്കളോട് ചെയ്യാൻ കഴിയുന്നത്? അത് പലപ്പോഴും ഉമ്മാക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. ഇങ്ങനത്തെ കുട്ടികൾ അധികം ജനിക്കുന്നത് അവിഹിത ബന്ധത്തിലൂടെയാണ്. അപ്പോൾ ഇവരെ പരിപാലിക്കാൻ നമ്മുടെ സമൂഹത്തിൽ അവർക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു ഇടമല്ല. അപ്പോൾ ഈ കുട്ടി ഭാരമായിട്ട് തോന്നുമ്പോൾ ഇവനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഇവനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഇസ്ലാം സിനയെ ഹറാമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. കാരണം വിവാഹത്തിലാണെന്നുണ്ടെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിന് ശേഷം ഈ കുട്ടിയെ പരിപാലിക്കാൻ ദർ ഇസ് എ കോൺട്രാക്ട്, ഒരു അഗ്രിമെൻ്റ് ഉണ്ട്. പക്ഷേ ഈ അവിഹിതത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ പേഴ്സണൽ ചോയ്സാണെന്ന് അവർ പറയാം. പക്ഷേ ഇവർക്ക് ശാരീരിക വീഴ്ചയിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യത്തിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ ആ കുട്ടിയുടെ ഹൃദയമിടിപ്പിന് നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യം?